നമസ്കാരം. നാടിൻ്റെ ശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ദുഃഖവെള്ളി ദിനത്തിൽ 900 വർഷം ജൂബിലി ആഘോഷിക്കുന്ന കുടമാളൂർ സെൻറ്റ് മേരീസ് തീർത്ഥാടന കേന്ദ്രത്തിലെ ഫാദർ ഡോക്ടർ മാണി പുതിയിടം ആർച്ച് പ്രീസ് ദുഃഖവെള്ളി ദിന സന്ദേശം നൽകുന്നു. ദുഃഖവെള്ളിയാഴ്ച കുടമാളൂരിനെ സംബന്ധിച്ച് അതിപ്രാധാന്യമുള്ള ഒരു ദിനമാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. ദുഃഖവെള്ളി എന്ന് പറയുന്ന വലിയ ദിവസം വാസ്തവത്തിൽ അതിൻ്റെ ദുഃഖം എന്നുള്ളത് ഒരു വശയാണെങ്കിലും സായിപ്പിൻ്റെ ഭാഷയിൽ അത് ഗുഡ് ഫ്രൈഡേ ആണ്. ദുഃഖവെള്ളി ആകുന്നതിൻ്റെ കാരണം മനുഷ്യൻ അവൻ്റെ പാപത്തെക്കുറിച്ച് അവബോധമുണ്ടാവുകയും ദൈവത്തിൻ്റെ പുത്രൻ പീഡനം സഹിക്കേണ്ടി വരികയും ചെയ്ത മനുഷ്യൻ്റെ തിന്മയുടെ ഫലമാണെന്നുള്ള അവബോധത്തിൽ നിന്നാണ് ഈ ദുഃഖം ഉണ്ടാകുന്നത്. ക്രിസ്തു പീഡനം സഹിച്ചു, അദ്ദേഹം വ്യക്തിപരമായിട്ട് സഹിച്ചു എന്നുള്ള അതിനെക്കുറിച്ചുള്ള ഒരു അനുകമ്പയല്ല, മറിച്ച് ഇന്ന് ലോകത്തിൽ നടക്കുന്ന തിന്മ പോലെ തന്നെ എല്ലാ കാലത്തും തിന്മകൾ കൂടുതൽ പെരുകുമ്പോൾ അത് ദൈവത്തിനെതിരെയുള്ള അതിശക്തമായിട്ടുള്ള മനുഷ്യൻ്റെ നന്ദിഹീനതയാണ് എന്ന കാര്യം എടുത്ത് കാണിക്കുന്നതാണ്. ഇന്നും എന്താ നടന്നുകൊണ്ടിരിക്കുന്ന ചുറ്റുപാടുകൾ മുഴുവൻ അതിഭയങ്കരമായ ക്രൂര മർദ്ദനങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങൾക്കെതിരായി, പാവപ്പെട്ടവർക്കെതിരായി, ദരിദ്രർക്കെതിരായി, അവർക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് പോലും ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ. ഭരണകൂട മർദ്ദനമെന്ന് പറയുന്നത് ഒരുപക്ഷെ അത് മനുഷ്യന് നിർവചിക്കാൻ പറ്റാത്ത തരത്തിൽ അതിഭയങ്കരമായിട്ട് വളർന്നു നിൽക്കുന്ന സാഹചര്യമെന്ന് നമുക്കുള്ളത്. സമാധാനമുള്ള രാജ്യം എന്ന് പറയുന്നതിൻ്റെ ആ പട്ടികയിൽ നമ്മുടെ രാജ്യം 118ാമത്തേതാണ് എന്ന് പറയുമ്പോൾ എവിടെയാണ് നമ്മുടെ അവസ്ഥ എന്നതിന് നമുക്കറിയാം. നിരന്തരമായി കൊലയും കൊലപാതകങ്ങളും പീഡനങ്ങളും വർഗീയ വിദ്വേഷങ്ങളും മതവൈരാഗ്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ദേശമായി നമ്മൾ അധപ്പതിച്ചു പോയില്ലേ? അത് മാറ്റിയെടുക്കേണ്ടതല്ലേ? എന്തിനാ മനുഷ്യനെ ഇങ്ങനെ വ്യത്യസ്തമായ മതങ്ങളിൽപ്പെട്ട ആൾക്കാർ പരസ്പരം സഹോദരത്തിൽ ജീവിക്കേണ്ട നാട്ടിൽ നമ്മളിങ്ങനെ ഏത് മതത്തിൽപ്പെട്ട ആളിനാണെങ്കിലും വിദ്വേഷത്തോടെ കാണുകയും അവരെയൊക്കെ ക്രൂശിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായില്ലേ? നമുക്ക് ലഭിച്ചുള്ള ഏറ്റവും വലിയ സമ്പത്തും സമ്മാനവും എന്ന് പറയുന്നത് മനോഹരമായൊരു ഭരണഘടനയാണ്. ആ ഭരണഘടനയ്ക്ക് അനുസൃതമായിട്ട് അങ്ങ് പോയാൽ പോരെ? അതിന് വിപരീതമായി അല്ലാത്ത ആൾക്കാർ, തങ്ങളിൽ പെടാത്ത ആൾക്കാരെയൊക്കെ കൊന്നൊടുക്കാനും പീഡിപ്പിക്കാനും ഒക്കെ തുടങ്ങുന്നത് ഒട്ടും തന്നെ ആശാസ്യകരമായ കാര്യമല്ല. നമുക്കറിയാം ഇങ്ങനെ മനുഷ്യൻ്റെ ജീവിതത്തിൽ അതിഭയങ്കരമായ രീതിയിൽ തിന്മ പെരുകിയിട്ടിരിക്കുന്നു എന്നുള്ള കാര്യം. ഒരുപക്ഷെ മറുവശം ഇന്ന് കാണുന്ന ലഹരിയുടെയും അതിൻ്റെ കടന്നാക്കുമ്പോഴൊക്കെ പരിണിതഫലമായി കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന, വ്യക്തികൾ തകർന്നു, സിനിമ നടന്മാർ വരെ ഇറങ്ങി ഓടുന്നു കണ്ടില്ലേ? എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിയേ. സമ്പത്തില്ലാഞ്ഞിട്ടാണോ? 3-ാം മലയിൽ നിന്ന് എടുത്ത് ചാടി പുറത്ത് ചാടി ഇത് അന്വേഷണം വന്നപ്പോഴത്തേക്കും നീന്തക്കുളത്ത് ചാടി അവിടുന്ന് എടുത്ത് ചാടി പിന്നെ മറയുന്നത്, പിന്നീട് നിയമത്തിന് മുമ്പിലൊക്കെ കള്ളത്തുകൾ കൊണ്ട് രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ മനുഷ്യന് ഈ ഭയങ്കരമായ രീതി അധപ്പതിച്ചു പോയില്ലേ? ഒരു സിനിമാ നടി അത് വ്യക്തമായിട്ട് വെളിവാക്കിയിട്ടും എന്നിട്ട് അവിടെ നടപടിയെടുക്കാൻ തയ്യാറാകുന്നില്ല. കാരണം ഈ ലഹരിയുടെ ഒഴുക്കിൻ്റെ പിന്നിൽ അതിശക്തമായ രീതിയിൽ അധികാരികളുടെ അനുവാദമില്ലാതെ, മൗനസമ്മതമില്ലാതെ ഇങ്ങനെ ഈ നാട്ടിലേക്ക് ഇതുപോലെയൊക്കെ ഒഴുകാൻ പറ്റും. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ ഭരണകാലം ഭരിക്കുന്ന ആളുകൾ ഉത്തരവാദികളാണ്. അതിൻ്റെ ഫലമായിട്ട് വരുന്നതല്ലേ ഈ കുടുംബ തകർച്ചയും വ്യക്തിപരമായിട്ട് മനുഷ്യൻ്റെ അധപ്പതനവും, അങ്ങനെ അവസാനം ഭ്രാന്തിൽ ചെന്നിരിക്കുന്ന അവസ്ഥ. മാനസിക രോഗങ്ങളൊക്കെ അധികമായിട്ട് വർദ്ധിച്ചിരിക്കും നമ്മുടെ നാട്ടിൽ. മനോരോഗം എന്ന് പറയുന്നത് അതിഭയങ്കരമായി പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഫലമായിട്ടുള്ള ഈ ആത്മഹത്യകളെല്ലാം ഉണ്ടാകുന്നു. എന്തൊരു കഷ്ടമാണ് അമ്മമാരുടെ ഇടയിൽ ആത്മഹത്യ പെരുകുന്നെന്ന് പറയുന്നത്. അതിങ്ങനെ കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണല്ലോ. ഓമന കുഞ്ഞുങ്ങളെ, ജീവിക്കാൻ അവകാശമുള്ള കുഞ്ഞുങ്ങളെ മുഴുവൻ കൊന്നുകൊണ്ട് അമ്മ ആറ്റിച്ചാടുക, അല്ലെങ്കിൽ തീവണ്ടിക്കുമ്പോൾ ചാടുക എന്നൊക്കെ പറയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ വന്നിരിക്കുന്നത്. അത് പൊതുവിൽ നമ്മളെല്ലാവരും ഉത്തരവാദികളല്ലേ? അപ്പോൾ അതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം ചെയ്തു കൂട്ടുന്ന അതിഭയങ്കരമായ തിന്മയ്ക്ക് ആ പരിഹാരമായിട്ടാണ് ദൈവത്തിൻ്റെ പുത്രൻ സഹനത്തിനായിട്ട് ഇറങ്ങി വന്നത്. ദൈവത്തിന് ഭൂതവും ഭാവിയും ഒന്നുമില്ലല്ലോ, ദൈവം എപ്പോഴും വർത്തമാനകാലത്തിൽ. അപ്പോൾ അതുകൊണ്ട് അന്ന് പലസ്തീനയിൽ നടന്ന ആ സംഭവം ഇന്ന് നിരന്തരമായിട്ട് ആവർത്തിക്കുന്നു എന്ന് കാണിക്കാനാണ് ദുഃഖവെള്ളി ആചരിക്കുന്നത്. അതായത് പഴയ കാര്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീനയിൽ നടന്ന ഒരു സംഭവത്തിൻ്റെ തിരിച്ചുപോക്കോ അതോ ഓർമ്മപ്പെടുത്തലോ ഒന്നും അല്ലത്. ദൈവം എപ്പോഴും സന്നിഹിതനാണ്. ദൈവം എപ്പോഴും സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവം തൻ്റെ മക്കളെ പരിപൂർണമായി, പിതാവായ ദൈവം ലോകത്തെ അത്രയധികമായി സ്നേഹിച്ച് തൻ്റെ മകനെ നൽകുവാൻ തക്കവണ്ണം. അത് വാസ്തവത്തിൽ അതാണ് ദുഃഖവെള്ളി എന്ന് പറയുന്നത്. സ്നേഹത്തിൻ്റെ വെള്ളിയാണ്, സ്നേഹാനുഭവത്തിൻ്റെ വെള്ളിയാണ്. ലോകം മുഴുവനും സ്നേഹം നിറയുന്നതിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്ന ഒരു വെള്ളിയാണ്.
ആ സ്നേഹാനുഭവമാണ് ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നത്. അത് നിരന്തരം നമ്മെ അനുധാവനം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലിരുത്തിയാൽ അതാണ് വാസ്തവ മുഖ്യമായ ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് സായിപ്പ് പറയുന്നത് നല്ല വെള്ളി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. സായിപ്പ് ഗുഡ് ഫ്രൈഡേ എന്ന് പറയാൻ കാര്യം എന്താണ്? ഗുഡ് ഫ്രൈഡേ എന്ന് പറയുന്നത് ഇതിലൂടെ മനുഷ്യൻ്റെ സമാധാനം കിട്ടുന്നു, ഒരാശ്വാസം കിട്ടുന്നു, അവൻ്റെ ആത്മാവിന് ശാന്തി കിട്ടുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യന് സമാധാനമില്ലാതെ പോലെയല്ലേ അവൻ ദൈവത്തിലേക്ക് അടുക്കുകയും ആത്മാവിലേക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ചൂഴ്ന്നിറങ്ങുകയും ചെയ്യുമ്പോൾ അസാധാരണമായ സമാധാനവും ശാന്തി അവന് കൈവരുന്നു എന്നുള്ളത്. അതുകൊണ്ട് അത് ഗുഡ് ഫ്രൈഡേ ആയി മാറും. അതുകൊണ്ട് ഇത് ക്രൈസ്തവർക്ക് വേണ്ടി മാത്രമുള്ള ദിവസമൊന്നുമല്ല, മനുഷ്യകുലത്തിന് വേണ്ടിയിട്ടുള്ള ദൈവം ഇറങ്ങി വന്ന മനുഷ്യന് വേണ്ടിയിട്ട് തൻ്റെ തോളിൽ കുരിശും വഹിച്ചുകൊണ്ട് കാൽവരിയിൽ നാട്ടപ്പെട്ടു എന്ന് പറയുന്നത് അത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഒരു സമൂഹത്തിന് വേണ്ടി മാത്രമൊന്നുമല്ല. അതുകൊണ്ട് ദുഃഖവെള്ളി ആചരിക്കുക എന്നുള്ളത് ക്രിസ്ത്യാനിയുടെ മാത്രം അവകാശമൊന്നുമല്ല. മനുഷ്യനായി പിറന്നു, അവനെയൊക്കെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ള ഒരു സത്യമാണ് ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നത്. അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് കുടമാളൂർ പള്ളി. കുടമാളൂർ പള്ളി തന്നെയായാലും ശരി, അത് എല്ലാ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടിരിക്കുന്ന പള്ളിയാണ്. എൻ്റെ ആലയം എല്ലാ ജനങ്ങൾക്കും മുന്നിൽ ആരാധനയുമാണ് എന്ന് പഴയ നിയമത്തിൽ യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ തന്നെ ആ ആലയത്തെ കള്ളന്മാർ ഗുഹയാക്കി മാറ്റിവെന്നോട്ട് ചാട്ടുവാരെടുത്തുകൊണ്ട് ദേവാലയത്തേക്ക് പ്രവേശിച്ച ദൈവത്തിൻ്റെ പുത്രൻ അവരെയൊക്കെ അവിടെ നിന്ന് കച്ചവടക്കാരൊക്കെ ആറ്റി ഓടിച്ചിട്ട് തൻ്റെ ദേവാലയത്തെ വിശുദ്ധീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ കടന്നു വന്ന ദുഃഖവെള്ളിയുടെ അനുഭവം. അതുകൊണ്ടാണ് യേശു മിശിഹ അല്ലെങ്കിൽ ഈശോ മിശിഹ പിടിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്ത് താൻ വിട്ടുകൊടുത്തത് കൊണ്ടാണ്. പിടിക്കപ്പെടാനായിട്ട് ഉള്ള സാഹചര്യം ഉണ്ടായപ്പോൾ അന്വേഷിച്ചു വന്നത് നിങ്ങൾ ആരെ അന്വേഷിക്കാൻ, നസ്രായനെ യേശുവിനാണ് ഞാൻ തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുകൊടുക്കാൻ ഒരുങ്ങിയപ്പോൾ പിടിക്കാൻ വന്നവൻ ബോധം കെട്ട് വീണുകയും അവരെ വീണ്ടും ഉണർത്തിയെടുത്തുകൊണ്ട് അവർക്ക് ജീവൻ കൊടുത്തുകൊണ്ട് തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന അനുഭവമാണ് പിന്നെ അങ്ങോട്ട് കാണുന്നത് തുടർച്ചയായി. ദുഃഖവെള്ളിയുടെ അനുഭവമാണ്. ഗതസമയം തോർത്ത് രക്തം ഉയർത്തുകൊണ്ട് തൻ്റെ ജീവിതത്തിൻ്റെ സ്നേഹം പ്രകടമാക്കി പീഡാനുകൾ കിടക്കുന്ന ദൈവത്തിൻ്റെ പുത്രൻ ശത്രുക്കളെ പീഡിപ്പിക്കപ്പെടുക തന്നെയല്ല, സ്നേഹത്തിനാൽ വഞ്ചിക്കപ്പെടുക. എന്തുമാത്രം വഞ്ചന ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ചുറ്റുമാറുകളിൽ സ്നേഹിതരാൽ വഞ്ചിക്കപ്പെടുന്നവർ, സത്യസന്ധത ഇല്ലാത്തവർ, അവിശ്വസ്തരായ മനുഷ്യർ, വിശ്വസ്തത ഇല്ലാത്തവർ, എല്ലാ ഉടമ്പടികളിലും അവിശ്വസ്തത കാണിക്കുന്നവർ, ദാമ്പത്യ ബന്ധത്തിൽ അവിശ്വസ്തത ഇതിൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചിരിക്കുന്നത് ദാമ്പത്യ ബന്ധത്തിന് അവിശ്വസ്തതയല്ലേ കുടുംബകലഹങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ അവിശ്വസ്തത എന്നിട്ട് അതിനൊന്നും ഒരു കൂസലമില്ലാതെ നടക്കുന്നതൊക്കെ ചെന്ന് അവസാനിക്കുന്ന എവിടെയാണ്? മനോരോഗത്തിലല്ലേ. നമുക്ക് ആവട്ടെ ഒരു ജീവിതമേ ഉള്ളൂ, അത് മനോരോഗത്തിൽ പെടാനുള്ളതല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നിന്റെ ജീവിതം വിശ്വസ്തത പാലിക്കണം. അവിശ്വസ്തരായ ആളുകളുടെ പ്രതീകമാണ് യൂദാസ് എന്ന് പറയുന്നയാൾ. അയാളെന്താ ഒറ്റ നോട്ടം ഉണ്ടായിരുന്നു, അയാൾക്ക് പണം വേണം. പണത്തിന് വേണ്ടി ആരെയും ബലി കഴിക്കുക, ആരെയും ഒറ്റിക്കൊടുക്കുക, അതിനു വേണ്ടി 30 വെള്ളിക്ക് അതിന് ഒറ്റിക്കൊടുത്തെന്ന് പറയുമ്പോൾ ഇന്ന് നടക്കുന്ന കാര്യമല്ലേ? ഭരണാധികാരികളെ പറഞ്ഞേൽപ്പിച്ചിട്ട് എൻ്റെ ഇപ്പോൾ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന് പറയുന്നത് എത്ര പേരെയാണിപ്പോൾ ഈ ഇങ്ങനെയുള്ള അന്വേഷണ സമിതികൾ തേടിക്കൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? പാവങ്ങൾക്ക് വേണ്ടി പങ്കുവെച്ചു കൊടുക്കേണ്ട ഈ പൊതുസമ്പത്ത് മനുഷ്യൻ്റെ നികുതി പിരിച്ചെടുത്ത പണം മുഴുവൻ സ്വന്തം പോക്കറ്റിലാക്കിയിട്ട് വാസ്തവത്തിൽ യൂദാസിൻ്റെ പണിയല്ലേ ചെയ്തത്. 30 വെള്ളിക്കാശിന് വേണ്ടി നീതിയെ ഒറ്റിക്കൊടുക്കുകയല്ലേ ചെയ്ത്, മനുഷ്യകുലത്തെ അല്ലെങ്കിൽ സമൂഹത്തെ ഒറ്റിക്കൊടുക്കുകയല്ലേ ചെയ്ത്. അങ്ങനെയുള്ള ഒറ്റിക്കൊടുക്കുന്ന വിധേയനായിട്ട് യൂദാസെ സ്നേഹിത എന്ന് വിളിച്ച് നീ ചുംബനം വഴിയായിട്ട് നീ നിൻ്റെ ഗുരുവിനെ ഒറ്റിക്കൊടുക്കാതെ ചോദിച്ചുകൊണ്ട് അവനെ പോലെ സഹിക്കാൻ ക്ഷമിക്കാൻ തയ്യാറായിട്ടാണ് പോകുന്നത്. പക്ഷേ അവൻ ക്ഷമ ഉൾക്കൊള്ളാൻ അവന് പറ്റിയില്ല. അതുകൊണ്ട് അവനെന്ത് ചെയ്ത് അവസാനം അതുകൊണ്ട് ജീവിക്കാൻ പറ്റിയില്ല. അമിതമായിട്ടുണ്ടാക്കുന്ന പണം, അനധികൃതമായിട്ടുണ്ടാക്കുന്ന പണം ഒരു തരത്തിലും സമാധാനം ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്നുള്ള ഒന്നാം ഉദാഹരണമല്ല യൂദാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്? അവൻ 30 വെള്ളിക്കാശ് അക്കൽ ദാമായിൽ വലിച്ചെറിഞ്ഞിട്ട് കെട്ടിത്തൂങ്ങിച്ചത്തില്ലേ. ഇതാണ് ഇന്ന സമൂഹത്തിൽ നടക്കുന്ന സമ്പന്നന്മാർ പലരുടെ അനുഭവം എന്ന് പറയും. എൻ്റെ ഇത്ര വലിയ സമ്പന്നന്മാർ ആത്മഹത്യ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അതൊക്കെ എൻ്റെ പിൻപിലെ രഹസ്യങ്ങളെന്നാ. ഒന്നാന്തര ഉദ്യോഗസ്ഥന്, വലിയ അഡ്വക്കേറ്റ്, എന്തുമാത്രം പണം സമ്പാദിച്ച ആൾ, സൗകര്യമായ രീതിയിൽ ജീവിക്കേണ്ട ഒരു മനുഷ്യൻ എന്തിനാ ഇങ്ങനെ കെട്ടിത്തൂങ്ങി മരിച്ച് നമ്മുടെ സമൂഹത്തിൽ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ദുഃഖവെള്ളി എന്ന് പറയേണ്ട ആ സന്ദേശം അത് ആവിഷ്കരിക്കുന്ന മനോഹരമായ ഒരു ദേവാലയമാണ് കുടമാളൂർ പള്ളി. നോക്കിയേ, താഴോട്ട് നിങ്ങൾ ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ 10,000 ആ നീന്തൽ നേർച്ചയിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞാൽ അത് എന്താണെന്നറിയാം. അതായത് പാപപരിഹാരാർത്ഥം പശ്ചാത്തപിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് മനുഷ്യൻ വിനയപൂർവ്വം നടന്നു നീങ്ങുന്നതാണ് ഈ പറയുന്ന ഈ നീന്തൽ നേർച്ച എന്ന് പറയുന്നത്. അത് പണ്ട് ഈ ദേവാലയം ഉണ്ടാക്കിയത് തന്നെ ഒരു ഹൈന്ദവ രാജാവാണ്. അദ്ദേഹമാണ് ഈ
ഈ ദേവാലയം തന്നെ സൃഷ്ടിച്ചതും അദ്ദേഹത്തിൻ്റെ ചമ്പകശ്ശേരി രാജാവിൻ്റെ ആ കാലഘട്ടം തുടങ്ങിയ ഒരു നേർച്ചയാണ് ഇന്ന് നിലനിൽക്കുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു നേർച്ച. അത് എത്ര മനോഹരമാണ്. 10,000 ഇടതടവില്ലാതെ വ്യാഴാഴ്ച രാവിലെ തൊട്ട് വെള്ളിയാഴ്ച 11 വരെ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് പോകുമ്പോൾ ഇവിടുത്തെ ജനമാണെങ്കിൽ അവിടെ നേർന്ന് സഹകരിച്ച് വരുന്നവരെയൊക്കെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്ന വളരെ വിശാലമായ മനസ്സോടെ എല്ലാവർക്കും നന്മ ചെയ്ത് കൊണ്ടുപോകാനുള്ള കമ്മിറ്റിക്കാരും അംഗങ്ങളും ഒക്കെ സന്നിഹിതരാണ്. താഴോട്ടിറങ്ങി ചെല്ലുമ്പോൾ രാവിലെ 9 മണി തൊട്ട് വരുന്നവർക്കെല്ലാം നേർച്ച ഭക്ഷണം കൊടുത്തു വിടുകയാണ്. 1-2 പേർക്കൊന്നുമില്ല, 30,000-ഓളം ആൾക്കാർ മിനിമം. അത്രയും പേർക്ക് ഉച്ചഭക്ഷണം അല്ലെങ്കിൽ നേർച്ച ഭക്ഷണം കൊടുത്തുകൊണ്ട് രാത്രി 9 മണി വരെ തുടർച്ച അവർക്കെല്ലാം നൽകിക്കൊണ്ടിരിക്കുക. അതൊക്കെ നടക്കുന്നത് ഈ പള്ളിയുടെ പണമൊന്നുമല്ല, നല്ല മനുഷ്യൻ്റെ നിയോഗമാണ്. നേർച്ച ഭക്ഷണം കൊടുക്കുന്നത് ബിജു ചത്തുവിൽ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ആയിട്ടുള്ള ഒരു പ്രവാസി അദ്ദേഹത്തിന് ലഭിച്ച സമ്പത്തിൻ്റെ ഒരു അംശം ദശാംശം കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ വർഷവും 8-10 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് വരുന്നവർക്കെല്ലാം നേർച്ച ഭക്ഷണം കൊടുക്കുന്നത്. അവരെ അദ്ദേഹം പ്രത്യേകം അനുസ്മരിക്കുക. അങ്ങനെ ഒരു നന്മയുടെ വിളനിലമായി, സ്നേഹത്തിൻ്റെ വിളനിലമായി ഇവിടെ വരുന്ന ആൾക്കാരെയൊക്കെ സ്നേഹിച്ച് സന്തോഷിപ്പിച്ച് പറഞ്ഞയക്കുന്ന മനോഹരമായ ഒരു അവസരവും ഒരു ദിനവും ഒരു ഇടവുമായി ഈ പ്രദേശം മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നാം കാണുന്നത്. ഈ പുറത്തോട്ടിറങ്ങിയാൽ കാണുന്ന 10,000 സാന്നിധ്യം കാണുന്നതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വരുന്നവന് സമാധാനത്തിൽ തിരിച്ചു പോകാൻ പറ്റും. ഇവിടെ വരുന്നവന് ആളുകൾക്ക് ഒപ്പം ചേർന്ന് ദൈവത്തിൻ്റെ വചനം ശ്രമിക്കാൻ പറ്റും. ഇവിടെ വരുന്നതിന് സന്തോഷപൂർവ്വം നേർച്ച ഭക്ഷണം കഴിക്കാൻ പറ്റും. ഇവിടെ വരുന്ന ദൈവമാതാവിൻ്റെ സാന്നിധ്യത്തിൻ്റെ അനുഭവം ഉണ്ടാകാൻ പറ്റും. ഏറ്റവും വലിയ കാര്യം ജീവിതത്തിൽ എന്താ വേണ്ടി? ദൈവ സാന്നിധ്യ അനുഭവമാണ്. ഏത് മതങ്ങളിലായാലും ഇതല്ലേ പ്രദാനം ചെയ്യുന്നത്? ദൈവസാന്നിധ്യം. മനുഷ്യരല്ലേ ഇതൊക്കെ വക്രീകരിച്ചിട്ട് മറ്റവർക്ക് എതിരായിട്ട് പ്രേരിപ്പിക്കുന്നത്? ദൈവസാന്നിധ്യ അനുഭവമല്ലേ എല്ലാ മതങ്ങളും കൊടുക്കുന്നത്? ദൈവം ഉണ്ടെന്നുള്ള സത്യമല്ലേ പ്രഘോഷിക്കപ്പെടുന്നത്? ഒരു പരാശക്തിയുണ്ട്, ഈ പ്രപഞ്ചത്തിന് ജന്മം നൽകിയ ഒരു പരാശക്തി ഉണ്ടെന്നും ആ പരാശക്തി ആശ്രയിച്ചുകൊണ്ട് മറ്റുള്ള മനുഷ്യരെല്ലാം ആ ദൈവത്തിൻ്റെ മക്കളാണെന്നും അതുകൊണ്ട് അവരെ സ്നേഹിക്കാൻ കടപ്പെട്ടവരാണെന്നുള്ള ചിന്തയല്ലേ നമ്മൾ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ ഒന്നിച്ചു കൂടുന്ന ഒരു സമൂഹം നമ്മളൊരു വർഗമായിട്ട് കണ്ടിട്ട്, ഒരു എത്നിക് കമ്മ്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് മറ്റുള്ളവർക്കൊക്കെ ഇതിൻ്റെ പരസ്പരം യുദ്ധം ചെയ്യുന്ന ചരിത്രമല്ലേ മനുഷ്യൻ്റെ ചരിത്രം. അത് തന്നെയല്ലേ ഇപ്പോൾ തുറന്നുകൊണ്ടിരിക്കുക. ഈ വിദ്യാഭ്യാസം കിട്ടിയ സാംസ്കാരിക ഉന്നതി ലഭിച്ചിട്ട് എന്താ നടന്നുകൊണ്ടിരിക്കുക? വടക്കേ ഇന്ത്യയിലൊക്കെ പ്രാർത്ഥനാപൂർവ്വം നടക്കുന്ന ജാലിയിലൊക്കെ ആ ഭംഗിയായിട്ട് നടക്കുന്ന റാലിയിലൊക്കെ ഇരച്ച് കയറിയിട്ട് പോലീസിൻ്റെയൊക്കെ മൗനസമ്മതത്തിലൂടെ അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകൾക്ക് മർദ്ദിച്ച് അവസാനമാക്കുന്ന സാഹചര്യം ഉണ്ടാകാം. എന്തൊരു കളിയാണെന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇങ്ങനെയൊരു ദിനത്തിൻ്റെ പോലും ഒരു ആവിഷ്കാരത്തിന് സ്വാതന്ത്ര്യം കൊടുക്കാതെ അതൊക്കെ മുടക്കുക, ഇതൊക്കെ നമുക്ക് ഒട്ടും തന്നെ ചേർന്ന കാര്യം, നമ്മുടെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ കാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പൊതുബോധം വളർത്തിയെടുക്കാൻ കഴിയണം. ഇന്ന് ആവശ്യമായിരിക്കുന്നത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ പൊതുബോധം, പരസ്പര സ്നേഹത്തെ ജീവിച്ചിരുന്ന മനോഭാവം. പ്രത്യേകിച്ച് കേരളത്തിൽ എത്ര ഭംഗിയായിട്ട് നമ്മൾ ജീവിച്ചവരാണ്. എല്ലാ മതവിഭാഗങ്ങളും എല്ലാവരും, ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒക്കെ എത്ര സ്നേഹത്തോട് ജീവിച്ച ഒരു നാടാണിത്. ദൈവത്തിൻ്റെ നാടെന്ന് പറയാനല്ലേ കാരണം. ഈ ദൈവത്തിൻ്റെ നാട് ടെററിസ്റ്റിൻ്റെ നാടാക്കി മാറ്റിയില്ലേ? ഇവിടാണ് ഏറ്റവും വലിയ ടെററിസ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ സൈലൻ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ അക്രമ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമെന്ന് പറയാൻ തക്ക രീതിയിൽ സ്ലീപ്പിംഗ് സെൽസിൻ്റെ നാടാണ് എന്ന് പറയാനൊരു ഭരണാധികാരിക്ക് കഴിഞ്ഞെങ്കിൽ എന്തൊരു സംസ്കാരത്തിലേക്ക് നമ്മൾ പോയിരിക്കുന്നത്. വിദ്വേഷണ സംസ്കാരമല്ലേ? പരസ്പരം വഴി വെച്ച് കണ്ടാൽ പോലും മിണ്ടില്ലാത്ത രീതിയിലേക്ക് മനുഷ്യനെ അതപ്പടിച്ച് പോയിട്ട് ആര് എന്ത് നേട്ടം നേടാനാണ്? നശിക്കുകയല്ലാതെ ഒന്നും രക്ഷപ്പെടില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ? ഇത്രയും വിദ്യാഭ്യാസവും ഉള്ള ഒരു സംസ്ഥാനം എവിടെയാണ് ഇന്ത്യയിലിരിക്കുന്നത്? ഇത്ര മനോഹരമായിട്ട് മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റുന്ന മനഃശാസ്ത്ര ബോധമുള്ള സംഭവം എവിടെയാണ് ഇരിക്കുന്നത്? ഇത്രമാത്രം സാമ്പത്തിക അഭ്യുന്നത ദൈവം തന്നിട്ടില്ലേ നമുക്ക്? എന്തെല്ലാം കാര്യങ്ങൾ, എന്തുമാത്രം എന്തുകൊണ്ടാണ് ബംഗാളികളൊക്കെ ഇങ്ങോട്ട് ഇരച്ചു കയറി വരുന്നത്? എന്നിട്ട് അവർ ഇവിടെ വന്നിട്ട് തിരിച്ച് ചെന്നിട്ട് അവിടെ ചെന്നിട്ട് അക്രമ പ്രവർത്തനം തിരിയുമ്പോൾ ഇവിടെ വന്നിട്ട് എവിടെ ആര് ട്രെയിനിങ് കൊടുക്കുന്നത്? അങ്ങനെ ഈ തരത്തിലുള്ള നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള അവബോധം നമുക്കുണ്ടാവുകയും അതൊന്നൊക്കെ വിട്ടുമാറിയിട്ട് സ്നേഹത്തിനവിടേക്ക് തിരിയാൻ ഉൾപ്രേരണയാണ് ദുഃഖവെള്ളിയാഴ്ച കുടമാപ്പള്ളി മാത്രമല്ല ദുഃഖവെള്ളി ആചരിക്കുന്ന എല്ലാ ക്രൈസ്തവ ദേവാലയങ്ങളും പ്രഘോഷിക്കുന്നത് തന്നെയാണ്. അതിൻ്റെ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള എക്സ്പീരിയൻസാണ് കുടമാളൂർ കാണുന്നത് മാത്രമുള്ളൊരു വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ പരസ്പര വിദ്വേഷം അകറ്റിയിട്ട് സ്നേഹത്തിൽ പങ്കെടുക്കാനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാനും പരസ്പരം ജീവൻ പ്രദാനം ചെയ്യാനും തളർന്നവരെ ഉണർത്തിയെടുക്കാൻ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ സമൂഹത്തിൽ തളർന്നു പോകുന്ന ആൾക്കാർ, ജന്മനാ വൈകല്യമുള്ളവരെ, അല്ലാത്തവരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, ദരിദ്രരായിട്ട് ജനിച്ചവരെ, വീടും കൂടും ഇല്ലാത്തവനെ, അഭയാർത്ഥികളായി അല്ലെങ്കിൽ ആശ്രിതരായിട്ട് കഴിയുന്നവരെ, ഒരു രക്ഷയുമില്ലാത്ത
ഒരു സെൻറ്റ് ഭൂമിയില്ലാതെ നമ്മുടെ ഈ നാട്ടിലെ മനുഷ്യൻ കയറി കിടക്കാൻ ഇടമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തിൻ്റെ ആളുകൾ ഒന്ന് സംഭവിച്ചിരുന്നുണ്ട്. ഈ ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്നതൊക്കെ ചെന്ന് നോക്കിക്കേ, ഓരോ വ്യക്തിക്കും ഒരു സുരക്ഷിതത്വം കൊടുക്കുന്ന ക്ഷേമരാഷ്ട്രം. ഇവിടെ എവിടെയാണ് അതിന് ക്ഷേമം ഇരിക്കുന്നത്? നമ്മുടെ ഇടയിൽ, നമ്മുടെ കണ്ണിന് മുമ്പിൽ ഒരു സെൻറ്റ് ഭൂമിയില്ല, കയറി കിടക്കാൻ ഇടയില്ലാതെ കരഞ്ഞുകൊണ്ട് അതിൻ്റെ വാടകയ്ക്ക് സെക്യൂരിറ്റി കൊടുക്കാൻ പണമില്ല എന്ന് പറഞ്ഞ് വരുന്നവർ എവിടെ അറിയാം. വാടകയ്ക്ക് സെക്യൂരിറ്റിക്ക് കാശില്ല എന്ന് പറയാം. കണ്ണീരോടുകൂടി ഒന്ന് കയറി കിടന്ന പെൺപിള്ളേരൊക്കെയുള്ള കുടുംബങ്ങളിൽ കെട്ടുറപ്പുള്ള ഒരു സംവിധാനം ഇല്ലാത്ത സാഹചര്യങ്ങളിൽ അധാർമികത വളരുന്നത് ആരുടെ കുറ്റമാണ്? എന്നിട്ട് നമ്മൾ എന്ത് മറ്റുള്ളവരെ പഴിക്കുന്ന വഴിയെ പെൺപിള്ളേർക്ക് നടക്കാൻ മേലാത്തൊരു സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഇതൊക്കെ ആയിരുന്നോ നമ്മുടെ കേരള സമൂഹം എന്ന് പറയുന്നത്? എവിടെയാണ് നമ്മുടെ ധാർമ്മികത എന്ന് പറയുന്നത്? എന്താ എത്രയാണ് അധപ്പതിച്ചു പോയത്? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുവരവ് ആവശ്യമാണ്. മാനസ, അതിനാണ് ദുഃഖവെള്ളി എന്ന് പറയുന്നത്. നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒരു ദുഃഖം നിനക്കുണ്ടാകണം. നീ തെറ്റായ വഴിയിലാണ് സഞ്ചരിക്കുന്ന ബോധ്യം നിനക്കുണ്ടാകണം. അതാണ് ദുഃഖവെള്ളി എന്ന് പറയും. ആ ഉണ്ടായിട്ട് നീ നല്ല വഴിയിലേക്ക് തിരിയണം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വഴിയിലേക്ക്, സ്നേഹത്തിൻ്റെ വഴിയിലേക്ക് തിരിയണം. അപ്പോഴാണ് നിൻ്റെ ജീവിതം തടകുടഞ്ഞെണീക്കുകയും ഉണർവുള്ളതായിട്ട് തിരികെയും ചെയ്യുക. ഇനി മേലിൽ നമ്മുടെ ചുറ്റുപാട് ഒരു ആത്മഹത്യ ഉണ്ടാകാൻ പാടില്ല എന്ന് എല്ലാവരും തീരുമാനിക്കണം. എല്ലാ ആത്മഹത്യയിലെയും പിൻപിലെ വിശ്വാസരാഹിത്യം ഒരു വശേ, വിശ്വാസക്ഷയം ഒരു വശേ, ദൈവമുണ്ടെന്നുള്ള ചിന്ത ഇല്ലാതെ വരുന്നത് ഒരു വശേ, മറുവശേ മനുഷ്യൻ്റെ ക്രൂരത മൂലമായിട്ടുണ്ടാകുന്ന മർദ്ദനങ്ങളിലെ എൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജീവിക്കാൻ കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത ഒരവസ്ഥ, സ്വന്തമായിട്ട് വായു ശ്വസിക്കാൻ പോലും പറ്റാത്ത സ്വാതന്ത്ര്യമില്ലാത്തൊരവസ്ഥയിലേക്ക് മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ അവൻ സ്വാഭാവികമായിട്ട് വന്ന് ചാടുന്ന ഇപ്പോൾ ഒരു അവസ്ഥ എന്താണ്? മാധ്യമങ്ങൾ കൂടി അത് പെരുപ്പിച്ച് കാണിച്ചു കഴിയുമ്പോൾ സമാനമായ സാഹചര്യം വരുമ്പോൾ ആത്മഹത്യ ചെയ്യാനുള്ള പ്രേരണയല്ല ഇളം തലമുറയ്ക്ക് വരുന്നത്. മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പർവ്വതീകരിച്ചുകൊണ്ട് ആത്മഹത്യയൊക്കെ മഹത്വീകരിക്കുന്ന രീതിയിലേക്ക് പോയില്ലേ മാധ്യമങ്ങൾ? മറ്റുള്ളവരെ ആരെങ്കിലും പഴിക്കാൻ വേണ്ടി, കുറ്റപ്പെടുത്താൻ വേണ്ടി ആത്മഹത്യ ചെയ്യുന്ന ആളിനെ പൊക്കിപ്പിടിച്ച് മഹത്വീകരിക്കുന്ന രീതിയിലേക്ക് വരുന്നത് അപകടകരമാണെന്നുള്ള കാര്യം മനസ്സിലായില്ലേ? ഒരു തീവണ്ടിയുടെ മുമ്പിൽ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് എടുത്തിയാടി ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോൾ അതിനെ അങ്ങ് മഹത്വീകരിച്ചാൽ അതിൻ്റെ പിമ്പിൽ ആരെയൊക്കെ ഇഷ്ടമില്ലാത്ത ആൾക്കാർ നമുക്കുണ്ട്. അങ്ങനെ മഹത്വീകരിച്ചതിൻ്റെ ബന്ധപ്പെട്ട് എന്താ പോയ പിറ്റേ ആഴ്ച ആലപ്പുഴ അത് തന്നെ വേറൊരു സ്ത്രീ ആവർത്തിച്ച് 11ാം ക്ലാസ്സിലേക്ക് പെങ്കൊച്ചുമായിട്ട് എടുത്ത് ചാടി. ഇതുപോലെ തുടർച്ചയായിട്ട് നടക്കുമ്പോൾ ആത്മഹത്യയെ മഹത്വീകരിക്കുന്ന ഒരു വാർത്താ മാധ്യമങ്ങളുടെ പ്രചരണം അത് തെറ്റാണ്, അത് തിരുത്തേണ്ടതാണ്. ഒരു തരത്തിലും ആത്മഹത്യ തെറ്റാണ്, ഒരു തരത്തിലും ചെയ്യാൻ പാടില്ല. ആത്മഹത്യ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. എന്നൊക്കെ പറച്ചിലുണ്ടെങ്കിൽ തന്നെയും അത് മാധ്യമങ്ങളുടെ ആ അവതരണ രീതിയിലൂടെ വേണ്ടേ അത് ആവിഷ്കരിച്ച് കൊണ്ടുവരാനായി. ആരെയെങ്കിലും പഴിക്കാനും കുറ്റപ്പെടുത്താൻ വേണ്ടി ഇന്ന ആൾ മൂലമാണ് ആത്മഹത്യ എന്ന് പറഞ്ഞുകൊണ്ട് അവരെയൊക്കെ ക്രൂശിക്കുക എന്നുള്ളതിൻ്റെ വലിയ വെമ്പലിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഈ ഒരു മൂല്യമാണെന്നുള്ള കാര്യം സമൂഹത്തിൽ നിന്ന് ഇങ്ങനെ അടിസ്ഥാനപരമായ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തി കളയുന്ന കാരണങ്ങൾ അറിഞ്ഞോ അറിയാതെയോ മാധ്യമപ്രവർത്തകരെ അറിയാതെ തന്നെ പെട്ടുപോകുന്നു എന്നുള്ള സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ദിനത്തിൻ്റെ പ്രാധാന്യം എത്ര പറഞ്ഞാലും വർണ്ണിച്ചാലും തീരുന്ന കാര്യമൊന്നുമല്ല. കാരണം ദുഃഖവേളയ്ക്ക് അത്ര ആഴമായ അർത്ഥമുണ്ട്, അത്ര ആഴമായ സ്വാധീനമുണ്ട്. അത് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് മനുഷ്യൻ തിരിച്ചു വരണം. അവൻ്റെ മൗലികമായ ആന്തരികമായ ദൈവസാന്നിധ്യ അനുഭവത്തിലേക്ക് തിരിച്ചു വന്നിട്ട് അവൻ്റെ തകർന്നുപോയ അവസ്ഥകളെ പടുത്തുയർത്താൻ കഴിയണം. വ്യക്തിപരമായിട്ട് തകർന്നവൻ ദൈവമുണ്ട്, നീ ഒരു തരത്തിലും വിഷമിക്കേണ്ട, ദൈവമുണ്ട്, നിന്നെ ദൈവം രക്ഷിക്കും എന്നുള്ള അവബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ നീ ഉണർന്നില്ലേ? നീ തളർന്നു പോയിട്ട് നിരാശപ്പെട്ട് എനിക്ക് ആരുമില്ലേ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് കരയുന്നതിന് മുമ്പിലാണ് ഗെത്സമേൻ തോട്ടത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രം നാം കാണുന്നത്. പീഡകൾ സഹിക്കാൻ തയ്യാറായി തൻ്റെ ദൗത്യം പൂർത്തിയാക്കുന്നവരെയും വരുന്ന എല്ലാം വെല്ലുവിളിയും ഏറ്റെടുക്കാൻ തയ്യാറായി നിൽക്കുന്ന യേശു ക്രിസ്തുവാണ് നിൻ്റെ മനസ്സിന് പ്രത്യാശ നൽകുന്നത്. ഏറ്റവും വലിയ പ്രത്യാശ. നീ ഏത് സാഹചര്യപ്പെട്ടാലും, എത്ര സാമ്പത്തിക തകർച്ച വന്നാലും, എത്ര കുടുംബ ബന്ധങ്ങൾ തകർന്നാലും, എന്തിൻ്റെ അവിശ്വസ്തത നീ അനുഭവിക്കേണ്ടി വന്നാലും, എത്രയെല്ലാം അധികമായി മക്കൾ പോലും നിനക്ക് എതിര് നിന്നാലും പോലും നീ തകരാൻ പാടില്ല, നീ തളരാൻ പാടില്ല. നീ എത്ര രോഗത്തിന് വിധനായി പോയാലും നിൻ്റെ മനസ്സ് തളരാൻ പാടില്ല. അതിൻ്റെല്ലാം മുകളിൽ ഉയർന്നു നിൽക്കാൻ, ഏത് രോഗത്തിനും പോയി ഉയർന്നു നിൽക്കാൻ പറ്റുന്ന ഒരു വിശ്വാസം, ദൈവസാന്നിധ്യ അനുഭവം നിനക്ക് ഉണ്ടാവണം. അതാണ് ദുഃഖവേളി നൽകുന്നതായ സന്ദേശം. അതങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ആത്മാവിന് ഒരു സുരക്ഷയായി, ഈ സുരക്ഷ നൽകാനായിട്ട് ഒരു ഭൗതിക സംവിധാനത്തിനും പറ്റില്ല, ഒരു പോലീസിനും പട്ടാൾക്കാരനും പറ്റില്ല. കാര്യം നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടത്തിന് ഉത്തരവാദിത്വം മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ളതാണ്. അതവർ ചെയ്യേണ്ട കാര്യം. പക്ഷേ നീ മനസ്സിലാക്കിയുള്ള വ്യക്തിപരമായി നിൻ്റെ ആത്മസുരക്ഷയ്ക്ക് സുരക്ഷിതത്വം നൽകണമെങ്കിൽ നീ തന്നെ തുനിഞ്ഞിറങ്ങണം. നീ ദൈവത്തിലേക്ക് തിരിയണം. എങ്കിൽ മാത്രമേ ഉള്ളൂ നിനക്ക് രക്ഷ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ നിനക്ക് എന്നാ ഭൗതിക സൗകര്യം ഉണ്ടായാലും ശരി, സമ്പത്ത് എന്തെങ്കിലും ഉണ്ടായാലും ശരി, നിനക്ക് ഏതെല്ലാം എന്തെല്ലാം വിലയ്ക്ക് വാങ്ങാൻ പറ്റും പണം നിൻ്റെ കൈ വന്നാലും ശരി, ആരെ സ്വാധീനിക്കാൻ പറ്റും സ്വാധീന ശക്തി ഉണ്ടായി
ഏത് രാഷ്ട്രീയ ശക്തിയെ മുകളിൽ കയറി നിൽക്കാനുള്ള അധികാരം നിനക്കുണ്ടായാലും ശരി, നിനക്ക് ഉള്ളിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ ദൈവം വേണം മകനെ എന്ന സത്യം ഉൾക്കൊള്ളുവാനായിട്ട് ദുഃഖവെള്ളിയുടെ സന്ദേശം ഇടവരുത്തട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഇവിടെ വന്നു പോകുന്നവർക്കൊക്കെ ഈ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ, അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും, വന്നു പോകുന്ന എല്ലാവർക്കും ഈ അനുഭവം, ഈ ദൈവസ്പർശം ഉണ്ടാകാൻ. അതിൻ്റെ പിമ്പിൽ ഒരു അമ്മയുണ്ട്, മുത്തിയമ്മ എന്ന് പറയും. മാടി വിളിക്കുന്ന ഒരു അമ്മ, തൻ്റെ പുത്രനിലേക്ക് മക്കളെ ആനയിക്കുന്ന ഒരു അമ്മ, ഒരമ്മയുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ആ സാന്നിധ്യത്തെ ആത്മാവിൽ അനുഭവിച്ചുകൊണ്ട് ഇവിടെ വന്ന് പോയി കഴിഞ്ഞാൽ കുളിച്ച് കയറിയതുപോലെ, കഴുകി വെടിപ്പാക്കപ്പെട്ടതുപോലെ, വിശുദ്ധീകരിക്കപ്പെട്ടതുപോലെ തൻ്റെ ഭവനത്തിൽ ചെന്ന് സമാധാനത്തിൽ കിടന്ന് ഉറങ്ങാൻ ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അടുത്ത ദുഃഖവെള്ളിയാഴ്ച നിങ്ങൾ കൊണ്ട് വരണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്.